സൂംബ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലൊക്കെ കാണാനിടയായി. അതായത് നാളെ മുതൽ സൂംബ ഡാൻസ് സ്കൂളുകളിൽ ഒരു ഭാഗമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രശ്നമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് ആ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വസ്ത്രധാരണ രീതി, ആണും പെണ്ണും അടുത്തിടപഴകും, ആണും പെണ്ണും അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ശരീരം സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഭാഗത്തിൽപ്പെട്ടവർ അറിയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂംബ ഡാൻസിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യായാമമാണ്, വ്യായാമ രീതിയാണ്. അത് ഡാൻസ് പാട്ടിട്ടതിന് ശേഷം പ്രത്യേകതര സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിപ്പോൾ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാലും എല്ലാവരും വരിവരിയായിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത്. വരിവരിയായിട്ട് നിന്നിട്ട് ചെയ്യുമ്പോൾ അത് മ്യൂസിക് ഇട്ടതിന് ശേഷം പല സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഒരുപോലെ ഒരേ താളത്തിലും മേളത്തിലും ഒക്കെ ആടിപ്പാടി ചെയ്യുന്ന ഒരുതരം വ്യായാമ രീതിയാണ്. ഈ വ്യായാമ രീതിക്കെതിരെയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് സൂംബ ഇപ്പോൾ ലഹരിക്കെതിരെ അത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആശയം വന്നിരിക്കുന്നതാണ്. സ്കൂളുകളിൽ കുട്ടികളിൽ വ്യായാമം ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു നല്ലൊരു ആശയമാണ്. പിന്നെ ഇത് എന്തുകൊണ്ട് അവർ എതിർക്കുന്നു എന്നുള്ളത് അതിനകത്ത് പറയുന്ന വിചിത്രമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും ഒന്നിച്ചാണ് നിൽക്കുന്നത്, ആണും പെണ്ണും മുട്ടി വരുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവരതിനകത്ത് പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വ്യായാമ മുറയാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകം ദോഷമൊന്നുമില്ല. പിന്നെ ഇത് അടച്ചിട്ട മുറിയിൽ ഇരുട്ടത്തൊന്നും അല്ല ചെയ്യുന്നത്, നല്ല വെട്ടം ഉള്ളിടത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള വ്യായാമ മുറകൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് ആർക്കാണ് ചെയ്യുന്നവർക്ക് എന്താണ് ദോഷമുണ്ടാകുന്നത്? ചെയ്യുന്നവർക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അവരുടെ ആരോഗ്യം, അവരുടെ ശരീരം വേർക്കും, അവരുടെ ശരീരത്തെ കൊഴുപ്പും കാര്യങ്ങളും ഇറങ്ങും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അല്ലാതെ മാത്രമല്ല, വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നറിയാമല്ലോ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ബുദ്ധിവികാസം ഉണ്ടാകും. അങ്ങനെയുള്ള കുറേ പ്രക്രിയകളൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരുന്ന് സ്കൂളിൽ വന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോയി പിന്നെയും പഠിച്ച് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ മടി പിടിച്ച ഒരു യുവതലമുറ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ സർക്കാർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു വശങ്ങൾ മനസ്സിലാക്കാതെ നേരെ കയറി എതിർക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ആ ഒരു വ്യായാമ പ്രക്രിയനെ എന്തുകൊണ്ടും സ്വാഗതം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റുള്ളവർക്കെല്ലാം പല പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഒരു ഭൂരിഭാഗം, അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. ബാക്കി